വെൽക്കം ടു ലേണോ. നമ്മൾ RRB NDPCക്ക് വേണ്ടിയിട്ടുള്ള ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ടോപ്പിക്കിലെ ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ ആണ് നോക്കുന്നത്. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുവാണെങ്കിൽ എല്ലാ ഷിഫ്റ്റിലും ഒരു ഫെസ്റ്റിവല് ചോദിച്ചു കാണാറുണ്ട്. ഒരു ഫെസ്റ്റിവല് ഏത് സ്റ്റേറ്റിലെയാണ് അല്ലെങ്കിൽ ഏത് ട്രൈബാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, ഏത് മാസമാണ് ആ ഒരു ഫെസ്റ്റിവൽ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്നത്, എത്ര ദിവസം സെലിബ്രേറ്റ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ ഫെസ്റ്റിവൽസ് ഓഫ് ഇന്ത്യ എന്ന ടോപ്പിക്കിൽ നിന്ന് നമുക്ക് ചോദിച്ച് കാണാറായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഓരോ സ്റ്റേറ്റിലെയും ഫെസ്റ്റിവൽസ് നമുക്ക് പഠിച്ച് പോകാം. അപ്പൊ ആദ്യം നമുക്ക് കർണാടക സ്റ്റേറ്റിലെ ഫെസ്റ്റിവൽ ആണ് പഠിക്കാനുള്ളത്. അപ്പൊ കർണാടകയില് നമുക്കറിയാം യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ നമ്മൾ പഠിച്ചപ്പോഴേക്കും അതിൽ നമ്മൾ പട്ടടയ്ക്കൽ ടെമ്പിൾ പഠിച്ചിരുന്നു. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ ഉൾപ്പെടുത്തിയ കർണാടകയിൽ നിന്നുള്ള ടെമ്പിൾ ആണ് പട്ടടയ്ക്കൽ ടെമ്പിൾ. അപ്പൊ ഈ പട്ടടയ്ക്കൽ ടെമ്പിൾസിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർത്തു വെക്കാൻ പറ്റും. പട്ടടയ്ക്കൽ യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റിൽ ഉൾപ്പെടുത്തിയ ടെമ്പിൾ എവിടെയാണ്? കർണാടക. അപ്പൊ അതുപോലെ പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ എവിടെയാണ്? കർണാടകത്തിലാണ് പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ വരുന്നത്. അതുപോലെ ഉഗാദി എന്ന് പറയുന്ന ഒരു ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവൽ, ന്യൂ ഇയർ ഫെസ്റ്റിവൽ കൂടിയാണ്. നമ്മുടെ ഇവിടുത്തെ വിഷുവിന് സമാനമായിട്ട് കർണാടകത്തിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ആന്ധ്രാപ്രദേശിലും ഉഗാദി ഉണ്ട്. അപ്പൊ ഉഗാദി ഈസ് എ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ഇൻ കർണാടക. ഈ ഉഗാദി ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, ഇത് ചോദിക്കാറുള്ളതാണ്. അത് കഴിഞ്ഞ് മൈസൂർ ദസറയാണ്. മൈസൂർ ദസറ എന്ന് പറയുന്നത് മഹാകാളിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള, മഹാകാളിയെ വർഷിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് മൈസൂർ ദസറ എന്ന് പറയുന്നത്. ഇപ്പൊ പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ ഉണ്ട്, ഉഗാദി ന്യൂ ഇയർ ഉണ്ട്, മൈസൂർ ദസറയുണ്ട്. അത് കഴിഞ്ഞ് ഹംപി ഉത്സവം. ഹംപി എവിടെയാണ്? കർണാടക. വിജയനഗര സാമ്രാജ്യത്തിന്റെ ക്യാപിറ്റൽ ആയിരുന്നു ഹംപി ഉത്സവം എവിടെയാണ്? കർണാടകത്തിലാണ്. അടുത്തത് കമ്പാള ഫെസ്റ്റിവൽ. കമ്പാള എന്ന് പറയുന്ന ഒരു കാളയോട്ടം പോലെ, ഇവിടെ നമ്മുടെ കേരളത്തിലെ കാളയോട്ടം പോലെ ഒക്കെയുള്ള ഒരു പോത്തിനെ ഇട്ട് ഓടിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് കമ്പാള. അത് ചെളിക്കണ്ടത്തിലെ ഈ വയലിലൊക്കെ പിന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഒരു പോത്തിന്റെ ഓട്ടം, ബഫല്ലോ റേസ് ആണ് എന്തെന്ന് പറയുന്നത് കമ്പാള ഫെസ്റ്റിവൽ. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇതും ചോദിക്കാറുള്ളതാണ്. അപ്പൊ കമ്പാളയും ഉഗാദിയുമാണ് ഇവിടെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ മൈസൂർ ദസറ, ഹംപി ഉത്സവ്, അതുപോലെ പട്ടടയ്ക്കൽ ഡാൻസ് ഫെസ്റ്റിവൽ. ഉഗാദി എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഉഗാദി ഒരു ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ്. ഉഗാദി എന്ന് പറയുന്നത് കർണാടകത്തിലെ ന്യൂ ഇയർ ഫെസ്റ്റിവൽ ആണ് ഉഗാദി. അടുത്തത് നമുക്ക് ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശിലുള്ളത് ബ്രഹ്മോത്സവം. തിരുപ്പതി ടെമ്പിൾ ആണ് ബ്രഹ്മോത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി ക്ഷേത്രത്തില് ബ്രഹ്മോത്സവം എന്ന് പറയുന്ന സെലിബ്രേഷൻ ഉണ്ട്. അതുപോലെ ഉഗാദി നമ്മൾ പറഞ്ഞായിരുന്നു. ഉഗാദിയും എന്താണ്? ആന്ധ്രാപ്രദേശിലാണ്. ഉഗാദിയും സെലിബ്രേറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. നമുക്ക് ഉഗാദിയും സെലിബ്രേറ്റ് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിൽ തന്നെയാണ്. ഇത് കഴിഞ്ഞ് നമുക്ക് തെലുങ്കാനയിലെ ഒരു ഫ്ലോറൽ ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്, അതായത് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ബാതുക്കമ്മ. ഇതായത് അവിടുത്തെ സ്ത്രീകള് അവിടുത്തെ ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്യും. നമ്മുടെ ഇവിടുത്തെ ഓണം പോലെയൊക്കെ ഫ്ലോറൽ ഫെസ്റ്റിവൽ, അതാണ് ബാതുക്കമ്മ എന്ന് പറയുന്നത്. തെലുങ്കാനയിലാണ്. അത് കഴിഞ്ഞ് ബൊണാലു ഫെസ്റ്റിവൽ. ബൊണാലു ഡെഡിക്കേറ്റഡ് ടു മഹാകാളിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് ബൊണാലു ഫെസ്റ്റിവൽ. ഡെഡിക്കേറ്റഡ് ടു ആരാണ്? മഹാകാളിയാണ്. അടുത്ത ഗോവയില് ഷിമോഗോ ഫെസ്റ്റിവൽ, സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ്. ഹോളിക്ക് സമാനമായിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് അതെന്ന് പറയുന്നത് ഷിമോഗോ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. ഇപ്പൊ ഗോവയില് ഷിമോഗോ ഫെസ്റ്റിവൽ, സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഹോളിക്ക് സമാനമാണ്. അതുപോലെ ഗോവയിൽ വരുന്ന വേറൊരു ഫെസ്റ്റിവൽ ആണ് ഏതെന്ന് പറയുന്നത് സാവോ ജാവോ ഫെസ്റ്റിവൽ. ഏതാണ്? സാവോ ജാവോ ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് ഷിമോഗോ ഫെസ്റ്റിവൽ. സാവോ ജാവോ ഫെസ്റ്റിവൽ ആണ്. അതുപോലെ തന്നെ അവിടുത്തെ കാത്തോലിക് കമ്മ്യൂണിറ്റി സെലിബ്രേറ്റ് ചെയ്ത ഒരു ഫെസ്റ്റിവൽ ആണ് ഈ കാത്തോലിക്കിന്റെ ഒരു ഫെസ്റ്റിവൽ ആണ് ഈ സാവോ ജാവോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു വൈൻ ഫെസ്റ്റിവൽ ഉണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത് ഗോവയിലെ ഒരു വൈൻ ഫെസ്റ്റിവൽ, ഗ്രേപ്പ് എസ്കാപ്പേഡെ എന്ന് പറയുന്ന ഒരു വൈൻ ഫെസ്റ്റിവൽ എവിടെയുണ്ട്? ഗോവയിലുണ്ട്. ഗോവയിലെ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ഷിമോഗോ ഫെസ്റ്റിവലും
അതുപോലെ വൈൻ ഫെസ്റ്റിവല്, ഗ്രേപ്പ് ഫെസ്റ്റിവല്, അതുപോലെ സാവോ ജാവോ ഇതെല്ലാം എവിടെയുള്ളതാണ്? ഗോവയിലെ ഫെസ്റ്റിവലുകളാണ്. അടുത്തത് ഗുജറാത്തിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് 3 month ലോങ് ഒരു ഫെസ്റ്റിവൽ ആണ് എന്താണ്? റാൻ ഓഫ് കച്ച്. കച്ച് 3 month ലോങ് ഫെസ്റ്റിവൽ ആണ്. 3 month ലോങ് ആണ് ഇത് റാൻ ഓഫ് കച്ച് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതുപോലെ ഉത്തരായൻ എന്ന് പറയുന്ന ഫെസ്റ്റിവലും എവിടെയാണ്? ഗുജറാത്തിലാണ്. ഉത്തരായൻ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആണ്. എന്തെന്ന് പറയുന്നത്? ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആണ് ഉത്തരായൻ എന്ന് പറയുന്നത്. ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ ആണ് ഉത്തരായൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഗുജറാത്തില് റാൻ ഓഫ് കച്ച് ഫെസ്റ്റിവല്, ഉത്തരായൻ ഫെസ്റ്റിവല്, ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവല് ഇതെല്ലാം എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇപ്പൊ ഗുജറാത്തിലെ നമ്മൾ പഠിച്ചപ്പോ ഇപ്പൊ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റുകളിലെ പഠിച്ചിട്ടുള്ളത്? നമ്മൾ കർണാടക, ആന്ധ്രാപ്രദേശ്. കർണാടകയില് പട്ടടയ്ക്കൽ ഉണ്ട് എന്ന് പറഞ്ഞു. ഡാൻസ് ഫെസ്റ്റിവല്, ഉഗാദി ന്യൂ ഇയർ ഫെസ്റ്റിവല് ഉണ്ടെന്ന് പറഞ്ഞു. മൈസൂർ ദസേരയുണ്ട്. അതുപോലെ ഹംപി ഉത്സവ്, കമ്പാല ഫെസ്റ്റിവൽ ഇതെല്ലാം എവിടെയാണ്? കർണാടകത്തിൽ വരുന്നതാണ്. ആന്ധ്രാപ്രദേശിലോ ബ്രഹ്മോത്സവം എവിടെയാണ്? തിരുപ്പതി ടെമ്പിളിൽ വരുന്നതാണ് ആന്ധ്രാപ്രദേശ്. ഉഗാദിയും ഉണ്ട്. അടുത്ത തെലുങ്കാനയിലെ ബാതുക്കമ്മ ഫ്ലോറൽ ഫെസ്റ്റിവൽ. തെലങ്കാനയിൽ വരുന്ന ഏതൊക്കെയാണ്? ബാതുക്കമ്മ ഫ്ലോറൽ ഫെസ്റ്റിവല്, അതുപോലെ ബൊണാലു ഫെസ്റ്റിവല്, അതുപോലെ ഡെഡിക്കേറ്റഡ് ടു മഹാകാളി. മഹാകാളിക്ക് ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് ബൊണാലു ഫെസ്റ്റിവല്. അതുപോലെ ബാതുക്കമ്മ ഫ്ലോറൽ ഫെസ്റ്റിവല്, അതുപോലെ ഷിഗ്മോ ഫെസ്റ്റിവല്, സ്പ്രിംഗ് ഫെസ്റ്റിവൽ, ഹോളി ഇതൊക്കെ എവിടെയാണ്? ഗോവയിലുള്ളതാണ്. ഇതെല്ലാം ഷിഗ്മോ ഫെസ്റ്റിവല്, സ്പ്രിംഗ് ഫെസ്റ്റിവല്, ഹോളി ഇതെല്ലാം എവിടെയാണ്? ഗോവയിലുള്ള ഫെസ്റ്റിവൽസ് ആണ്. ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ വരുന്നതാണ് എന്തെന്ന്? തിരുപ്പതി ടെമ്പിൾ, അതുപോലെ ഉഗാദി, ഇതുപോലെ പിന്നെ ബാതുക്കമ്മ ഫ്ലോറൽ ഫെസ്റ്റിവല്, ഗോവയില് ഷിമോഗോ, പിന്നെ വൈൻ ഫെസ്റ്റിവല്, കാത്തോലിക് കമ്മ്യൂണിറ്റിയുടെ സാവോ ജാവോ ഫെസ്റ്റിവല് ഇതെല്ലാം ഗോവയിൽ വരുന്നു. ഗുജറാത്തില് റാൻ ഓഫ് കച്ച് ഫെസ്റ്റിവൽ പറഞ്ഞു. റാൻ ഓഫ് കച്ച് 3 മാസത്തെ ഒരു സെലിബ്രേഷൻ ആണ്. ഉത്തരായൻ എന്ന് പറയുന്നത് ഒരു കൈറ്റ് ഫെസ്റ്റിവൽ ആണ്. ഉത്തരായൻ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മൊതേറ ഡിസ്ട്രിക്റ്റില് മൊതേറ ഡാൻസ് ഫെസ്റ്റിവലും എവിടെയാണ്? ഗുജറാത്തിലാണ്. മൊതേറ ഡാൻസ് ഫെസ്റ്റിവൽ എവിടെയാണ്? ഗുജറാത്തിലാണ്. ഇതെന്ന് പറയുന്നത് മേഹാസന ഡിസ്ട്രിക്റ്റിലാണ്. മേഹാസന ഡിസ്ട്രിക്റ്റ് ഇൻ ഗുജറാത്തിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് നമുക്ക് ലഡാക്കില് ഹെമീസ് ഫെസ്റ്റിവൽ ഉണ്ട്. ടിബറ്റിയൻ ബുദ്ധിസം ഫൗണ്ടിങ് മെമ്പർ ആയിട്ടുള്ള ഗുരു പത്മ സംഭവയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഹെമിസ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. എന്താണ് ഹെമിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ടിബറ്റിയൻ ബുദ്ധിസത്തിന്റെ ഫൗണ്ടർ മെമ്പർ ആയിട്ടുള്ള ഗുരു പത്മ സംഭവയുടെ ബർത്ത്ഡേ ആണ് എന്തെന്ന് പറയുന്നത്? ഹെമിസ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പൊ ഹെമിസ് ഫെസ്റ്റിവല് ടിബറ്റിയൻ ബുദ്ധിസം ഫൗണ്ടിങ് മെമ്പർ ഗുരു പത്മ സംഭവയുടെ ബർത്ത്ഡേ ആണ് നമ്മൾ ലഡാക്കില് ഹെമിസ് ഫെസ്റ്റിവൽ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അടുത്തത് ആസാം. ആസാമിലാണ് ബിഹു എന്ന് പറയുന്നത് മോസ്റ്റ് സെലിബ്രേറ്റഡ് ഒരു ഫെസ്റ്റിവൽ ആണ്. ആസാമിലെ മോസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത്? ആസാമിലെ മോസ്റ്റ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് ബിഹു എന്ന് പറയുന്നത്. അപ്പൊ ഈ ബിഹു എന്ന് പറയുന്നത് ത്രീ ടൈപ്പ് ഉണ്ട്. ഏതൊക്കെയാണ്? മൊഹാങ് ബിഹു ഉണ്ട്. മൊഹാങ് ബിഹു, അതുപോലെ തന്നെ മധു ബിഹു ഉണ്ട്. പിന്നീട് ഏതാണ്? കാട്ടി ബിഹു ഉണ്ട്. മൊഹാങ് ബിഹു, മധു ബിഹു, കാട്ടി ബിഹു. മൊഹാങ് ബിഹു എന്ന് പറയുന്നത് ഏപ്രിലാണ്. മധു ബിഹു എന്ന് പറയുന്നത് ജനുവരിയിലാണ്. ജനുവരി. കാട്ടി ബിഹു എവിടെയാണ്? കാട്ടി ബിഹു ഒക്ടോബറിലാണ്. അപ്പൊ ഈ 3 മാസങ്ങളിലായിട്ടാണ് മൊഹാങ് ബിഹു, മധു ബിഹു, കാട്ടി ബിഹു ഒക്ടോബറിൽ, മധു ബിഹു ജനുവരിയില്, മൊഹാങ് ബിഹു ഏപ്രില്. ഈ 3 ബിഹുകളും സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഒരു ഹാർവെസ്റ്റിംഗ് ഫെസ്റ്റിവൽ ആണ് ബിഹു എന്ന് പറയുന്നത്. ത്രൈസ് ഇൻ എ ഇയർ ആണ്. അതുപോലെ മജുലി എന്ന് പറയുന്നത് നമ്മുടെ ഒരു റിവറൈൻ ലോകത്തിലെ ഒരു റിവറൈൻ ഐലൻഡ് ആണ് എന്ന് പറയുന്നത് മജുലി എന്ന് പറയുന്നത്. അതായത് ഈ മജുലി ഐലൻഡ് ബ്രഹ്മപുത്ര നദിയിലാണ്. അപ്പൊ ബ്രഹ്മപുത്രയിലാണ് എന്തെന്ന് പറയുന്നത്? ആസാമിലെ ബ്രഹ്മപുത്ര റിവറായിട്ട് ബന്ധപ്പെട്ട് മജുലി, അവിടെയാണ് എന്ത് മജുലി ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് അംബുബാച്ചി മേള എന്ന് പറയുന്നത് കാമക്യ ടെമ്പിൾ ഫെസ്റ്റിവൽ ആണ്. കാമക്യ ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്തൊരു ഫെസ്റ്റിവൽ ആണ് അംബുബാച്ചി മേള. ഈ കാമക്യ ടെമ്പിളിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന അംബുബാച്ചി മേള
നമ്മൾ ഈസ്റ്റിന്റെ മഹാകുംഭ എന്നറിയപ്പെടുന്നു. മഹാകുംഭ ഓഫ് ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് അംബുബാച്ചി മേളയാണ്. അപ്പൊ ആസാമില് നമ്മള് മോസ്റ്റ് സെലിബ്രേറ്റഡ് ആണെന്നൊക്കെ പറഞ്ഞു. ഇത് ബിഹു ആണ്. അതുപോലെ മജുലി ഫെസ്റ്റിവൽ ഉണ്ടെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എന്തെന്നാണ് അംബുബാച്ചി മേളയുണ്ട്. അതുപോലെ തന്നെ അവിടെയുള്ള ഒരു വേറൊരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് ബിസാങ്ങു ഫെസ്റ്റിവൽ. ബിസാങ്ങു ഫെസ്റ്റിവൽ എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവൽ ഉണ്ട്. ബിസാങ്ങു ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അവിടുത്തെ ബോഡോ, ആസാമിലെ ബോഡോ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. മ്യൂസിക്കൽ ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് എന്തൊക്കെയാണ് ട്രഡീഷണൽ ആയിട്ടുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ്. ട്രഡീഷണൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള ഒരു ഫെസ്റ്റിവൽ ആണ് എന്ന് പറയുന്നത് ബിസാങ്ങു ഫെസ്റ്റിവൽ. ബോഡോ ട്രൈബ് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ. അംബുബാച്ചി മേള, കാമയ്ക്ക ടെമ്പിൾ ഫെസ്റ്റിവൽ, മഹാകുംഭ ഓഫ് ഈസ്റ്റ് ആസാമിന്റെ ഫെസ്റ്റിവൽ ആണ്. അതുപോലെ തന്നെ വരുന്നതാണ് അരുണാചൽ പ്രദേശ് ലോസാർ ഫെസ്റ്റിവൽ. അരുണാചൽ പ്രദേശിലെ ഫെസ്റ്റിവൽ ഏതാണ്? ലോസാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അതായത് ടിബറ്റിയൻ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഒരു ഫെസ്റ്റിവൽ ആണ്. ഇത് ടിബറ്റിയൻ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് ഈ ലോഷാർ ഫെസ്റ്റിവൽ. ടിബറ്റിയൻ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട ഫെസ്റ്റിവൽ ആണ് ലോഷാർ ഫെസ്റ്റിവൽ എന്ന് പറയുന്നത്. അടുത്ത ബീഹാറിന്റെ ആണ് എന്തെന്ന് പറയുന്നത് ഛത്ത് പൂജ എന്ന് പറയുന്നത്. ഛത്ത് പൂജ സൺ ഗോഡ് ആൻഡ് ഹിസ് വൈഫ് ഉഷ. സൺ ഗോഡിനെയും അതുപോലെ തന്നെ വൈഫ് ഉഷയെയും ആരാധിക്കുന്ന ഒരു ഫെസ്റ്റിവൽ ആണ് ഛത്ത് പൂജ. ബിഹുല എന്ന് പറയുന്നത് വർഷിപ്പ് ദേവി മാനസയെ വർഷിപ്പ് ചെയ്യുന്നു. ബുദ്ധ ജയന്തിയും ബുദ്ധന്റെ ബർത്ത്ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നു ബീഹാറിൽ. ഛത്ത് പൂജ, ബിഹുല, ബുദ്ധ ജയന്തി. ഛത്ത് പൂജ, ബിഹുല, ബുദ്ധ ജയന്തി. സിക്കിമിലാണ് ലൂസൂങ് ഫെസ്റ്റിവൽ. സിക്കിം ന്യൂ ഇയർ ആണ് എന്ന് പറയുന്നത് ലൂസൂങ് എന്ന് പറയുന്നത്. ഗുജറാത്തിന്റെയാണ് ദിവാലി. കാർത്തിക മാസത്തിൽ ദിവാലി സെലിബ്രേറ്റ് ചെയ്യുന്നു. അപ്പം സിക്കിമിൽ ഏതാണ് ലൂസൂങ്, അത് സിക്കിം ന്യൂ ഇയർ ആണ് ലൂസൂങ്. ഗുജറാത്തിലോ ദിവാലി. കാർത്തിക മന്തിലാണ് ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്ന മന്താണ് ഇത് കാർത്തിക മന്ത് എന്ന് പറയുന്നത്. ദീപാവലി സെലിബ്രേറ്റ് ചെയ്യുന്ന മന്താണ് കാർത്തിക മന്ത് എന്ന് പറയുന്നത്. ലൂസൂങ് ഫെസ്റ്റിവൽ എവിടെയാണ്? സിക്കിമിന്റെ ന്യൂ ഇയർ ആണ്. സിക്കിമിന്റെ ന്യൂ ഇയർ ആണെന്ന് പറയുന്നത് ലൂസൂങ് എന്ന് പറയുന്നത്. സിക്കിമിന്റെ ന്യൂ ഇയർ ആണ് ലൂസൂങ് എന്ന് പറയുന്നത്. ലൂസൂങ് ഫെസ്റ്റിവൽ എവിടെയാണ്? ലൂസൂങ് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് സിക്കിം ന്യൂ ഇയർ ആണ് ലൂസൂങ് എന്ന് പറയുന്നത്. ഗുജറാത്തിൽ ഏതാണ്? ദീപാവലി കാർത്തിക മാസത്തിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് ഓർക്കുക. അടുത്ത മധ്യപ്രദേശിൽ എന്താണ്? ഖജുരാവോ ഫെസ്റ്റിവൽ ആണ്. ഖജുരാവോ ഫെസ്റ്റിവൽ എവിടെയാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? മധ്യപ്രദേശിലെ ഖജുരാവോ ടെമ്പിളിലാണ് ഈ ഖജുരാവോ ഫെസ്റ്റിവൽ. അപ്പൊ ഖജുരാവോ ടെമ്പിൾ എവിടെയാണെന്ന് ചോദിക്കാറുണ്ട്. അത് എവിടെയാണ്? മധ്യപ്രദേശ്. അപ്പൊ അവിടുത്തെ ഫെസ്റ്റിവൽ ഖജുരാവോ ഫെസ്റ്റിവൽ. അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലെ ഒരു ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ഫെസ്റ്റിവലാണ് ഗണേശ് ചതുർത്ഥി. 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് മഹാരാഷ്ട്രയിലെ ഗണേശ ചതുർത്ഥി എന്ന് പറയുന്നത്. 11 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ അതായത് ഈ ഗണപതി ഭഗവാന്റെ ഫ്ലോട്ടുകളൊക്കെ ഉണ്ടാക്കിയിട്ട് അവസാനം അത് കടലിൽ കൊണ്ടുവന്ന് 11ാമത്തെ ദിവസം ഒഴുക്കുന്ന ഒരു ഫെസ്റ്റിവലാണ് ഗണേശ ചതുർത്ഥി എന്ന് പറയുന്നത്. ഇപ്പൊ നാഗാലാൻഡിന്റെ ഫെസ്റ്റിവൽ നമുക്ക് നോക്കാം. നാഗാലാൻഡിന്റെ ഫെസ്റ്റിവൽ എന്താണ്? നാഗാലാൻഡിന്റെ ഫെസ്റ്റിവൽ ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എപ്പോഴും നാഗാലാൻഡിൽ നിന്ന് ചോദിക്കുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നു. ഡിസംബർ 1st വീക്കിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവൽ ആണ് എന്തെന്ന് പറയുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ. ഇതിനെ അറിയപ്പെടുന്നത് എന്താണ്? ഫെസ്റ്റിവൽസ് ഓഫ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്നത് ഹോൺബിൽ ഫെസ്റ്റിവൽ ആണ്. ഡിസംബർ 1st വീക്കിലാണ് എന്ത് ചെയ്യുന്നത്? ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഡിസംബർ 1st വീക്കിലാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒന്നും കൂടി നോക്കാം. ആദ്യം തൊട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്ത് വരാം. നമ്മള് ആസാമിന്റെ ഏതാണ്? ആസാം മോസ്റ്റ് സെലിബ്രേറ്റഡ് ഫെസ്റ്റിവൽ ത്രേസിൻ ഇയർ ആണ് ബിഹു എന്ന് പറയുന്നത്. 3 ബിഹു ഉണ്ട്. മൊഹാങ് ബിഹു, മധുബിഹു, കാട്ടുബിഹു. മൊഹാമിംഗ് ബിഹു എന്ന് പറയുന്നത് എന്താണ്? ഏപ്രിലാണ്. മധുബിഹു ജനുവരിയില്, കാട്ടിബിഹു ഒക്ടോബറിലുമാണ്. അംബുബാച്ചി മേള എന്ന് പറയുന്നത് മഹാകുംഭ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് അംബുബാച്ചി മേളയാണ്. കാമയ്ക്ക ടെമ്പിളിലാണ് ഇത് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അരുണാചൽ പ്രദേശിൽ ലോസാർ ഫെസ്റ്റിവൽ ഉണ്ട്.
അതുപോലെ തന്നെ നമ്മൾ മൺസൂണിന്റെ അറൈവലിന് വേണ്ടിയിട്ട് ബീഹാറിൽ കാര്യം പറഞ്ഞായിരുന്നു. ബീഹാറിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന ഫെസ്റ്റിവല് മധുശ്രാവണി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലും കൂടിയുണ്ട് ഇവിടെ കേട്ടോ. മധുശ്രാവണി എന്ന് പറയുന്ന ഒരു ഫെസ്റ്റിവലും കൂടിയുണ്ട്. മധുശ്രാവണി ഇതെന്താണ്? അറൈവൽ ഓഫ് മൺസൂൺ ആണ്. അറൈവൽ ഓഫ് മൺസൂൺ ആണ് എന്ന് പറയുന്നത് മധുശ്രാവണി എന്ന് പറയുന്ന പേരിൽ അറിയപ്പെടുന്ന. ബുദ്ധ ജയന്തിയുടെ വേറൊരു പേരാണ് എന്തെന്ന് പറയുന്നത് രാജഗീർ മഹോത്സവ് എന്നറിയപ്പെടുന്ന ബുദ്ധ ജയന്തിയാണ്. ബുദ്ധ ജയന്തി അറിയപ്പെടുന്ന വേറൊരു പേര് രാജഗീർ മഹോത്സവ്. മധുശ്രാവണി അറൈവൽ ഓഫ് മൺസൂൺ ആണ്. ബിഹുല വർഷിപ്പ് ദേവി മാനസയാണ്. ഛത് പൂജ സൺ ഗോഡ് ആൻഡ് ഹിസ് വൈഫ് ഉഷയാണ്. ഛത് പൂജ എന്ന് പറയുന്നത് സൺ ഗോഡിനെയും വൈഫ് ഉഷയും ആരാധിക്കുന്ന ഫെസ്റ്റിവൽ ആണ്. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിലായിട്ട് പറയാനായിട്ടുള്ള സെലിബ്രേഷൻസ്. അപ്പൊ ഇത് നമ്മൾ തീർന്നിട്ടില്ല, ഈ പാർട്ട് ഇനിയും ഉണ്ട്. കാരണം നമ്മൾ എല്ലാ സ്റ്റേറ്റിന്റെയും ആയിട്ടില്ല, നാഗാലാൻഡ് വരെ ആയിട്ടുള്ളൂ. അപ്പം ബാക്കി നമുക്ക് വേറൊരു ക്ലാസ്സിലൂടെ നോക്കാം.